ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പിന്നെ ദുബായിൽ വന്നിട്ട് ഇത്ര നാളായിട്ട് ഞാൻ ഇതുവരെ എങ്ങോട്ട് പോയിട്ടൊന്നുണ്ടായിരുന്നില്ല, എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. പോയിട്ടില്ല മീൻസ് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജീജു അച്ചേച്ചി ആരെങ്കിലുമൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. പിന്നെ ഇന്ന് ആദ്യമായിട്ട് ദുബായിൽ വന്ന് ഓൾമോസ്റ്റ് 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പ് പോവാണ് ഗൈസ്. വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്ക് എങ്ങടെ പോകണമെന്ന് അറിയില്ല, ചുമ്മാ ദുബായ് തെരുവുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു, ഏതെങ്കിലും വണ്ടി വരുന്നു, അത് ചാടി കയറുന്നു, എങ്ങോട്ടേലൊക്കെ പോകുന്നു. അതാണ് എൻ്റെ പ്ലാൻ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നതാണ്. എൻ്റെ ബസ് കാർഡ് അച്ചേച്ച് തന്നിട്ടുണ്ടായി, അത് എക്സ്പയർ ആയിപ്പോയി. സോ ഇനി പുതിയത് ഇവളുടെ അടുത്ത് വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ ജസ്റ്റ് വന്ന് നോക്കിയപ്പോൾ കിടന്ന് നല്ല ഉറക്കമാണ്. അവളുടെ കയ്യിലും ബസ് കാർഡില്ല. സോ ആദ്യം ഗ്രോസറി പോകണം, ബസ് കാർഡ് മേടിക്കണം. മേടിച്ചിട്ട് പിന്നെ നേരെ ടാറ്റ ബൈ ബൈ പോവാം. ഓക്കെ, ബൈ. ഗായ്സ്, ബസ് കയറാൻ നിൽക്കുകയാണ്. എൻ്റെ ക്യാമറ പിടിക്കാൻ വേണ്ടി, എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഫേസ് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആരുടെ അടുത്തുനിന്ന് ഹെൽപ്പ് അന്വേഷിക്കണം. അപ്പോൾ ഈ ചേച്ചി എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗായ്സ്, പ്ലാനിന് ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ എന്താ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ അവിടെയാണ് വന്നേക്കുന്നത്. ജസ്റ്റ് പോകുന്ന വഴിക്ക് ഞാനത് കണ്ടപ്പോൾ മെട്രോയിൽ നിന്ന് ചാടി ഇറങ്ങി ഗൈസ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് തോന്നുന്നു, പോയി നോക്കാം. നമ്മൾ ഇൻട്രോവേർട്ട് ആയവർക്ക് പറ്റിയ കാര്യമല്ല ഈ ഒറ്റയ്ക്ക് പോകുന്നുള്ളത്. കാരണം അതിനുള്ളിൽ കയറണമെങ്കിൽ ചോദിക്കണം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, നിന്നെക്കൊണ്ട് പറ്റിയ കാര്യമല്ല. ഹോട്ടൽ ജുമേറ ഇങ്ങോട്ട് പോയാൽ അറിയില്ല ഗൈസ്, ഇങ്ങോട്ടാ പോകണമെന്ന് അറിയിട്ടില്ല, നോക്കാം. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒറ്റയ്ക്ക് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒന്നും നടക്കുന്ന കാര്യമല്ല. സോളോ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഇതിനോടൊന്നും വലിയ പരിചയമില്ലെന്ന്. അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് പോകുന്നവരൊക്കെ എങ്ങനെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ പലരുടെയും ഹെൽപ്പ് അന്വേഷിച്ചു. അപ്പോൾ അവർക്കെല്ലാവർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പലരുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് കാര്യം മനസ്സിലായി. ഇവരൊക്കെ എന്ത് പാവങ്ങളാണ്. ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ച് ക്യാമറ കൊടുക്കും, പിന്നെ നമ്മളൊരു ചേട്ടാ ഈ ബാഗും കൂടെ ഒന്ന് പിടിക്കുമെന്ന്. പല വീഡിയോസിലും എൻ്റെ ബാഗ് പിടിച്ച് ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട്, അത് പിടിച്ച് ക്യാമറയും പിടിച്ച് ഫോട്ടോ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ദുബായിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ്. ഇതിനകത്ത് കയറണം, ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും സോഷ്യൽ ആൻസൈറ്റി കുറച്ച് കൂടുതലായത് കാരണം ആൾക്കാരോട് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറണമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. ആ മെട്രോയിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ നേരെ ഉള്ളിലേക്കുള്ള വഴിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചു തന്നില്ലേ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എങ്ങനെയാണ് കയറുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നൊക്കെ ചോദിക്കാനുള്ള ആ ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, കട്ട ഇൻവേർട്ടറിസം വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കാരണം ഞാൻ ചോദിക്കാൻ പറ്റില്ല. ഇനി വല്ലവരോടൊക്കെ ചോദിക്കട്ടെ, വല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരുമോയെന്ന്. ഇവിടെ ഒരു ഫാമിലി നൈസായിട്ട് നിൽക്കുന്നുണ്ട്, അവരോട് ചോദിച്ചോ, കാണിച്ചു തരാം. ദോ ഗൈസ്, ആദ്യം പറഞ്ഞ ആ ഇൻട്രോവേർട്ടിസം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ആരോട് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാൻ പറ്റിയില്ല. അങ്ങനെ 2-3 പേര് നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് ഹലോ ഹായ് എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാനുള്ള മടി കാരണം ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി ആ ഒറ്റ ആളുടെ അടുത്ത് പോയി ഞാൻ ചോദിക്കും, അത് എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ. കാരണം 2-3 പേരുടെ അടുത്ത് ചോദിക്കുന്നേക്കാൾ ഭേദമാണല്ലോ ഒറ്റ ആളോട് ചോദിക്കാൻ. അപ്പം ഗൈസ്, ഇത് അടുത്തേക്ക് വരുന്തോറും എൻ്റെ ഭംഗി കൂടി വരികയാണ്. ഇതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം വാട്ട് എവർ ഇറ്റ് ഈസ്. ശമ്പളി മാമനെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ലല്ലേ, എന്നാൽ ഇത് കണ്ടോ. ഗൈസ്, ഇവിടെ പരിചയമുള്ള ആരെയും കിട്ടിയില്ല ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. സോ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അപ്പോൾ എടുക്കാം. അത് കാരണം സ്വന്തം ഫോട്ടോസ് സ്വന്തമായി എടുക്കേണ്ട വരില്ല. ഗൈസ്, ഈ ബൈയാണ് എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു വലിയ കെണിയായിരുന്നു എന്ന്. കാരണം എന്നോട് ചോദിക്കും ഇനി ഫോട്ടോ വേണോ, ഇനി വീഡിയോ വേണോ എന്ന്. അത് കാരണം ഞാൻ ആ പരിപാടി നിർത്തി. താങ്ക് യു സോ മച്ച് ബയ്യ, ഈ നന്ദി എന്നും ബയ്യ എൻ്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബയ്യനെ നൈസായിട്ട് ഒഴിവാക്കി ഗൈസ്. നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. ബൈ ബയ്യ. ബയ്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഫൈൻ.
വിശ്രമവേളകൾ എങ്ങനെ ആനന്ദകരമാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആൻറ്റിയുടെ പാനിപ്പൂരി കട കണ്ടത്. ഫുഡ് മുഖ്യമെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ആനന്ദിക്കാമല്ലോ, ആനന്ദിച്ചുകൊണ്ട് ഫുഡും കഴിക്കാമല്ലോ. എങ്ങനെ അപ്പോൾ ആൻറ്റിയുടെ അടുത്തൊരു പാനിപ്പൂരി പറഞ്ഞപ്പോൾ ആൻറ്റി ബേൽപൂരി പറയണം. ഇടയ്ക്കിടയ്ക്ക് ക്യാമറാമാനെ നോക്കണം, ക്യാമറമാൻ ക്യാമറയും കൊണ്ട് ഓടിപ്പോയാലും പരിചയമില്ലാത്ത ആൾക്കാരാണ്. ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പാനിപ്പൂരി മേടിച്ചു. പിന്നെ എൻ്റെ ഈ തോളത്ത് കിടക്കുന്ന ബാഗും അവിടെ വെച്ചു. അതിനകത്ത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതാണ് അവിടെ വെച്ചോളാൻ ആൻറ്റി സമ്മതിച്ചു. ഗൈസ് ഗുബൈബയിലാണ് ഞാൻ നേരെ വീട്ടിൽ പോകാമെന്നാണ് ഓർത്തത്. പക്ഷേ ഗുബൈബ സ്റ്റേഷൻ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയൊരു എന്തായാലും അച്ചേച്ചി ഒന്നും വിളിച്ചില്ല. അപ്പോൾ വിളിക്കുമ്പോഴത്തേനും പോകാമെന്നോർത്ത് ഞാൻ ഇത്തവണ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മൂവി കാണാൻ പറ്റും. ലൈക്ക് തന്നെ മൂവിക്ക് പോവുക, തന്നെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. ഭയങ്കര വലിയ കാര്യം കുറച്ച് സോഷ്യൽ ആൻസൈറ്റി ആരെങ്കിലും നോക്കുമ്പോൾ അയ്യോ എന്നെ തന്നെയാണോ നോക്കുന്നത്, ആ ഒരു സാധനമൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. തന്നെ മൂവി കാണാൻ പോയപ്പോൾ ഒരു ഭയങ്കര കോൺഫിഡൻസ് വന്നു. ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് ഗൈസ് ഞാൻ അച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ തന്നെ സോളോ ട്രിപ്പ് പോകണം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നല്ല അനുഭവമാണ് ഗൈസ്. അപ്പോൾ ഞാൻ കാണിക്കാം. ഞാൻ പാനിപ്പൂരി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം. ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഗൈസ് ഒറ്റയ്ക്ക് വരുന്നത്. പലപ്പോഴും പല ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പല ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, എക്സ് ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ജീജിൻ്റെ കൂടെ മിക്കപ്പോഴും വരുന്ന സ്ഥലമാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് വരുന്നത് ഗൈസ്. അപ്പം ചേട്ടൻ തലയടിച്ച് പിടിച്ചു. ബോട്ടിങ് എവിടെയാണ് ഗൈസ്? ബോട്ടിങ് അവിടെ ഒന്ന് ചോദിക്കാം, ആരോടെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വെച്ച വേറൊരാളുടെ വീഡിയോ എടുക്കാതെ, പിന്നെ പാനിപ്പൂരി മേടിക്കാൻ പോയി പറ്റിച്ചോറിന് വീഡിയോ എടുക്കില്ല. അതുപോലെ നമ്മൾ ഇൻറ്റൻഷനലി എടുക്കുന്നതല്ല, പക്ഷെ എടുക്കുമ്പോൾ പലരുടെ ഫേസ് വരുന്നുണ്ട്. അവർക്കൊരു പ്രശ്നമാകുമോ, അവരൊക്കെ എന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ആ ഒരു ടെൻഷൻ നല്ലപോലെ ഉണ്ട് ഗൈസ്. അടുത്ത് പല പ്രാവശ്യം ഞാൻ പോയിട്ടുള്ള വൺദിറം ബോട്ടിങ്. ഇപ്പോൾ ഞാൻ ജീജിനെ വിളിച്ചിട്ട് ചോദിച്ചു. ജീജു ഓൾറെഡി ടൈം നല്ലപോലെ ലേറ്റ് ആയിരുന്നു, ഒരു 7 മണി 7:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജീജിനെ വിളിച്ചിട്ട് ചോദിച്ചു, ജീജി ലേറ്റായി, പക്ഷെ ഞാൻ ബോട്ടിങ്ങിൽ പോയില്ല, ഇവിടെ വന്ന് അപ്പോൾ ബോട്ടിങ്ങിൽ ഇങ്ങനെ പോയിട്ട് വരാം. ഓക്കെ പോയിട്ട് വരാം. അപ്പോൾ അവരിങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ എനിക്ക് തിരിച്ച് ബസ്സിന് പോകണം, കാരണം ഇങ്ങോട്ട് വന്ന മെട്രോയ്ക്കല്ലേ. ബസ്സിന് തിരിച്ച് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അവരുടെ കൂടെ പോലും കഴിച്ചു. പിന്നെ ഇത് സോളോ ട്രിപ്പാണ്, അതുകൊണ്ട്
നന്ദി മാത്രമല്ലേ. ഗൈസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ കാണിച്ചു തരാം കേട്ടോ. Guys, we arrived our destination. Guys, സഞ്ചരിക്കുന്ന ബോട്ടിന്റെ സ്റ്റിയറിംഗ് ആണ് ഗൈസ് ഇത്. കട 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 ഇപ്പൊ ആദ്യം എനിക്ക് വെച്ച് റെഡി. ഗൈസ് അങ്ങനെ ഇന്നത്തെ സോളോ ട്രിപ്പ് ഇവിടെ കഴിയാണ്. ഓരോരുത്തരുടെ കയ്യിൽ ഓരോ പ്രാവശ്യം വീഡിയോ എടുക്കാൻ ചേട്ടാ എനിക്കൊരു വീഡിയോ എടുത്ത് തരും. മലയാളീസിനെ ഇല്ലട്ടോ, മോസ്റ്റ്ലി മലയാളീസിൻ്റെ അതിൽ കൊടുക്കലുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോരുത്തരെ എടുത്ത് ചേട്ടാ വീഡിയോ എടുത്ത് തരുമോ ചോദിച്ച് ക്യാമറ കൊടുക്കുമ്പോൾ പേടി അതും കണ്ട് അങ്ങനെ ഓടിയാലും എൻ്റെ ക്യാമറയും കൊണ്ട് ആരെങ്കിലും ഓടിയുണ്ടല്ലോ ഓടാൻ പോലും വയ്യ ഗൈസിനെ കൊണ്ട്. അത് കാരണം എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവർ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഓട്ടം കണ്ടിട്ട് നോക്കും. അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ തിരിഞ്ഞൊക്കെ നടക്കുമ്പോഴേ ഇങ്ങനെ പുറകോട്ട് നോക്കാം. വിശ്വാസമില്ലായ്മ ഒരു കുറ്റമല്ല ഗൈസ്, അത് പരിചയമില്ലാത്തവരില്ല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കഴിയാണ്. ഇനി നേരെ ബസ്സിലൊന്നും അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കണ്ടാവില്ല. സോ താങ്ക് യു സോ മച്ച്. കുറേ നാൾക്ക് ശേഷം വരുന്ന വീഡിയോ ഉണ്ട്. പ്ലീസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടിങ് ടിങ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വേറൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്. ഇനിയിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ വീക്കും ഇങ്ങനത്തെ സോളോ ട്രിപ്പ് അല്ലെങ്കിൽ ജീജുൻ്റെ കൂടെ അങ്ങനെ മാക്സിമം പോകാൻ നോക്കാം കേട്ടോ. ബൈ ഗൈസ്.